ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ആ പെൺകുട്ടിയോട് ചൂടാവുകയാണ് കേട്ടോ. എടി, മറ്റൊരുത്തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് നാണമുണ്ടെടി, ഞാൻ ആരാണെന്നടി നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായി ചൂടായി കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ സൂര്യകോട്ടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ നന്ദിനിയുടെ ഇന്നത്തെ പ്രകടനം നമ്മളെല്ലാവരും കണ്ടല്ലോ, അടിപൊളി തന്നെയായിരുന്നു. സൂര്യയെ തൊടുമ്പോൾ നന്ദിനിക്ക് വേദനിച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ സൂര്യ ചോദിക്കാൻ, നന്ദിനി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പം നന്ദിനി, അയ്യോ ഇയാളായിട്ട് കേട്ടാണാവോ, സൂര്യ സാറായിട്ട് കേട്ടാണാവോ എന്നാ ഭയപ്പാടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പം നന്ദിനി പറയാണ്, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്താ, അല്ല സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറ് വല്ല പെൺകുട്ടികളെയും കാണുമ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തൊട്ടുരുമ്പി ഫോട്ടോ എടുക്കേണ്ട ആവശ്യം എന്താ? അതെന്താ നന്ദിനി നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അതെന്താ ആവശ്യം? വല്ല പെൺകുട്ടികളും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ സാറ് ഇങ്ങനെയാണ് ചെയ്യുന്നത്? ഇതൊരുമാതിരി ഒരു വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. എന്താ സാറേ, സാറെന്താ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്? എന്ത് സ്വഭാവമാണ്? അപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇങ്ങനെ നന്ദിനിയുടെ ഈ സംസാരമൊക്കെ, നന്ദിനി നീ എന്താ, അതെ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് വരുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെയല്ല പറയുക, എനിക്ക് പറ്റില്ല എന്ന് പറയണം, വല്ലവരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കണം. നന്ദിനി സംസാരിച്ചത് മതി, എനിക്ക് കാര്യം പിടികിട്ടി, നീ വാ എന്നും പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ ഓണാക്കുന്ന ഈ ഒരു പരിപാടിയിലാണ് ഈ പറയുന്ന പത്മ. അങ്ങനെ നമ്മുടെ പത്മ മേഡം തന്നെ ആദ്യം ഓണാക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം വരികയാണ്. അങ്ങനെ പത്മ പോയി ഓണാക്കണം. മെഷീൻ ഇങ്ങനെ പതിയെ പതിയെ ഓണാക്കുമ്പോൾ ഇപ്പുറത്ത് അടുത്തത് ഓണാക്കാൻ പോകുന്നത് നന്ദിനിയാണല്ലോ. അപ്പോൾ ആ ഒരു സുഖം, ഇവർക്ക് ആനന്ദം, അത് പറയാൻ വയ്യ കേട്ടോ. അങ്ങനെ ഈ ആനന്ദത്തോടു കൂടി ഇങ്ങനെ ഇവരിതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ നന്ദിനി ഇപ്പോഴും അവൾ ഷോക്കേറ്റ് മരിക്കും എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് പത്മ പോയി ഓണാക്കുന്നത്. പത്മ ഓണാക്കുക, മെഷീൻ നന്നായി ഓണാവുന്നു, എല്ലാവരും കൈയടിക്കുന്നു. അങ്ങനെ ആദ്യം മെഷീൻ ഓണാക്കിയെന്ന് പറയുന്നത്, രണ്ടാം മെഷീൻ ഓണാക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നന്ദിനിയോട് പറയണം, നന്ദിനി നീ പോയി ഓണാക്ക്. അപ്പോൾ നന്ദിനി പറയണം, ഞാനും ഓണാക്കണോ? ഇന്ദ്രജ മേഡം അല്ലാതെ ആഗ്രഹിച്ചത്, അപ്പോൾ ഇന്ദ്രജ മേഡം തന്നെ ഓണാക്കട്ടെ, ഞാനതിൻ്റെ ആവശ്യമുണ്ടോ, ഓണാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വീണ്ടും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയം നന്ദിനി പറയാണ്, സൂര്യ പറയണത്, നന്ദിനി നീ ഇത്രയും ആളുകൾക്ക് മുന്നിൽ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് കേട്ടോ, നീ ഓണാക്ക് നന്ദിനി. അപ്പോൾ നന്ദിനി പതിയെ ഇങ്ങനെ ഓണാക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ പത്മക്കാണെങ്കിലും അടിമുടി കയറുകയാണ്. ഓ, യാതൊരു അർഹതമില്ലാത്തവൾ ഓണാക്കാൻ വന്നിരിക്കുന്നു, എന്തൊരു സ്വഭാവമാണ്, യാതൊരു അർഹതയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ ഒരു വാക്കൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പിറുപിറുക്കുമ്പോൾ ഉടനെ യതീന്ദ്രൻ പറയുന്നുണ്ട്, മിണ്ടാതിരിക്ക് പത്മ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രജയും വിജയും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ, മിനിറ്റുകൾ എന്ന് പറയുന്നത് പോലെ, സെക്കൻഡുകൾ എന്ന് പറയുന്നത് പോലെയാണ് നന്ദിനിയുടെ കാര്യം. നന്ദിനിയുടെ കഥ തീരാൻ പോവുകയാണല്ലോ. ആ ഒരു സന്തോഷത്തോടു കൂടി അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നന്ദിനി ഈ മെഷീനിൻ്റെ അടുത്ത് പോകുന്നത്. നന്ദിനി ഈ മെഷീനിൽ അങ്ങ് കായ് വെക്കുന്നതും കരണ്ട് അങ്ങ് പോകുന്നതും ഒപ്പാണ് കേട്ടോ. കായ് വെക്കുമ്പോൾ നന്ദിനി ഇതാ താഴെ കിടക്കുന്നു എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ കരണ്ട് പോവാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ പത്മ നിൽക്കുകയാണ്. അപ്പോൾ പത്മക്കാണെങ്കിലോ പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ പത്മ നിൽക്കുന്നത്. കാരണം തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പത്മ വലിയ പ്രതീക്ഷകളോടുകൂടി പത്മ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ്, ഇതാണ് ശകുനം. ശകുനം എന്ന് പറയുന്ന ഇവളെപ്പോലെയുള്ളവളാണ് ഇങ്ങനെയുള്ള എരണം കെട്ടവളെയോ ശകുനം കെട്ടവളെയോ ഒന്നും ഇങ്ങനെയുള്ള നല്ല സംരംഭത്തിന് കൊണ്ടുവരരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അത് തന്നെ സംഭവിച്ചല്ലോ. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നതും എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശകുനങ്ങളെയൊന്നും ഇത് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയാണെങ്കിലോ ഭയങ്കര സങ്കടമാവുകയാണ് നന്ദിനിക്ക്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, പത്മയെ ഇത്രത്തോളം നീ ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത്, നല്ല കാര്യമല്ല. കരണ്ട് എന്ന സംഭവം പോവും വരും അതൊക്കെ ഉള്ളതാണ്. അപ്പോഴേക്കും ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ജനറേറ്റർ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതറിയില്ല സാറേ, എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയെ അപമാനിച്ചിരിക്കുകയാണല്ലോ. എല്ലാവർക്കും മുന്നിൽ ശകുനം കെട്ടവൾ, എരണം കെട്ടവൾ എന്നീ എന്തൊക്കെ വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റുമോ അതൊക്കെ പത്മ പച്ച മലയാളം എന്ന് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നന്ദിനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരല്ല വീഴുന്നത്, ചുടുചോരയാണ് വീഴുന്നത്. നന്ദിനിയുടെ കണ്ണിൽ നിന്നും ആ ചൂട് ചോര വീഴുമ്പോൾ ഇവിടെ സൂര്യക്ക് ഭയങ്കര സങ്കടമാവാണ്. അങ്ങനെ നന്ദിനി ആ പിറകോട്ടങ്ങ് പോയി കുറച്ചങ്ങ് എത്തിയില്ല, അപ്പോഴേക്കും കറണ്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയും വേദയും വിജയൊക്കെ പറയും, ഇന്ദ്രജയും വിജയും കൂടി പറയും, എന്തൊരു കഷ്ടമാണ്, കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് പോയി, കറണ്ട് വരികയായിരുന്നു എത്ര നന്നായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ആ കറണ്ട് അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ തെറിച്ചിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്തായാലും ഭാഗ്യമുള്ളവളാണ് എന്ന് വിജയ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയമാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ പറയുന്ന കറണ്ട് വന്ന ഉടൻ തന്നെ നന്ദിനി പറയാണ്, സൂര്യ ഉടൻ തന്നെ പറയാണ്, നന്ദിനി സ്വാഭാവികമാണ് കറണ്ട് പോലും പോവാതിരിക്കലും, അപ്പോൾ അതുകൊണ്ട് കറണ്ട് വന്നു, ഇപ്പോൾ എരണം കെട്ടവളെന്നോ ശകനം കെട്ടവളെന്നോ എന്നൊക്കെ വിളിച്ച ആളുകൾക്ക് മുന്നിൽ മെഷീൻ ഓണാക്കി കൊടുക്ക്, ദൈവം നിനക്കൊപ്പം ഉള്ളത് കൊണ്ടാണല്ലോ കറണ്ട് ഇപ്പം തന്നെ വന്നത്, അതുകൊണ്ട് ഓണാക്ക്, ഈ പറഞ്ഞവരുടെ മുഖത്തടിക്കുന്നത് പോലെ നീ ഓണാക്ക് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി പറയണേ, ഇല്ല ഇനി എനിക്ക് കഴിയില്ല സൂര്യ സാർ ഓണാക്കാൻ, വേണ്ട, ഇതിന് അർഹതപ്പെട്ടവർ ആരാച്ചും ഓണാക്കിക്കോട്ടെ, ഞാൻ അതിന് അർഹമല്ല, അർഹമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, അവർ ഓണാക്കിക്കോട്ടെ, അത് നീയല്ല തീരുമാനിക്കുന്നത്. നീ സൂര്യയുടെ പെണ്ണാണെങ്കിൽ ഈ മെഷീൻ നീ ഓണാക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഓണാക്കണം, നീ തന്നെ ഇത് ചെയ്യണം. ഇല്ല സൂര്യ സാർ, എന്നെ വെറുതെ വിട്ടേക്ക്, എൻ്റെ മനസ്സിന് നോവുന്നു, എനിക്ക് പറ്റത്തില്ല, അത് പറ്റില്ല നന്ദിനി, നീ തന്നെ ഓണാക്ക്. അപ്പോൾ ഉടൻ തന്നെ പത്മക്ക് ദേഷ്യം പിടിക്കണം. പത്മ പറയുന്നത്, ഇത്രയും പണിക്കാരിവിടെ കാത്തു നിൽക്കെ, ഇവൾക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യാനൊന്നും ഇവൾക്ക് വേണ്ടി മറ്റുള്ളവർക്കതൊന്നും കഴിയത്തില്ല, അതുകൊണ്ട് ഈ മെഷീൻ ഓണാക്കേണ്ട ആൾ ആരാണെച്ചെങ്കിൽ ഓണാക്ക്, അത് ഇന്ദ്രജ നീ ഓണാക്കുക, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഓണാക്കിക്കോളാം എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണം, വേണ്ട മമ്മി ഞാൻ ഓണാക്കുന്നില്ല, അവൾ ഓണാക്കിക്കോട്ടെ. അതെന്താ നിനക്ക് ഇങ്ങനെ ഒരു സംസാരം, നീ ഇതിനെ ആഗ്രഹിച്ചതല്ലേ, നീ തന്നെ ഓണാക്ക്. അത് കേൾക്കുന്ന വിജയ്, ഈശ്വര ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ, നിന്നോട് ഓണാക്കാനാണ് പറയുന്നത്, എന്ത് ചെയ്യും, അയ്യോ ഈശ്വര ഞാൻ ഷോക്കടിച്ച് മരിക്കുമല്ലോ എന്ന് ഇന്ദ്രജ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, ഇവിടെ ആരും ഓണാക്കില്ല, നന്ദിനി തന്നെ ഓണാക്കും, ആരും അതിലോട്ട് പോകും വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പിടിച്ച് വലിച്ചു കൊണ്ടുവരിക. വാ ഞാൻ പറയുന്നത് കേൾക്ക് നന്ദിനി, നീ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കില്ലേ, നീ എന്നെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി സൂര്യ ഇങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പം നന്ദിനി ഇങ്ങനെ പിറകോട്ട് പോകുമ്പോൾ സൂര്യ പറയാം, അത് പറ്റത്തില്ല എന്ന്. അപ്പോൾ പത്മക്കാണെങ്കിലോ ദേഷ്യം ഇങ്ങനെ കയറുകയാണ്, ഇന്ദ്രജയും വിജയാണെങ്കിലോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ഈ സമയം ഇവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ പത്മ അങ്ങ് ദേഷ്യത്തോടു കൂടി വന്ന് നന്ദിനി ഒരു തട്ടങ്ങ് തട്ടി ആ മെഷീൻ അങ്ങ് ഓണാക്കുന്നു. പത്മ അങ്ങ് തെറിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എല്ലാവരും ആകെ ഷോക്കാവുകയാണ്. ഈ സൂര്യയും നന്ദിനിയും എത്താൻ കുറച്ച് രണ്ടടി വെച്ചാൽ അവർ അതിലോട്ട് എത്തും. പക്ഷെ അപ്പോഴേക്കും ഓടി വന്ന് പത്മ ഓണാക്കിയത് കൊണ്ട് തന്നെ പത്മ ആ മെഷീനിൽ നിന്ന് തെറിക്കുന്ന രംഗമാണ് കേട്ടോ ഇതാണ് കാണുന്ന. നന്ദിനി സൂര്യ ആകെ ഞെട്ടിപ്പോവാണ്. നന്ദിനി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതായിരുന്നല്ലോ എന്നുള്ള. അപ്പോഴേക്കും എല്ലാവരും ഓടി വരികയാണ്. പത്മാമ്മയുടെ എന്നൊക്കെ പറയുന്നുണ്ട്, മമ്മി എന്ത് പറ്റി എന്നൊക്കെ. ഇത് ഇന്ദ്രജക്കും വിജയ്ക്കും നന്നായി അറിയാം. അപ്പോൾ അവരത് തടയാൻ ശ്രമിക്കുകയാണ്. അമ്മ ഓണാക്കേണ്ട എന്ന് പറയാൻ നോക്കുമെങ്കിലും കൂടി ആ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ പത്മ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മയ്ക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ പത്മയ്ക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോൾ പത്മയ്ക്ക് ഈ ഒരു ബോധം പത്മയുടെ തെറിച്ച് വീഴലും പിന്നീട് എല്ലാവരും കൂടി പത്മയെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു രംഗമാണ്. അങ്ങനെ പിന്നീട് ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാവരും നെഞ്ചിരിപ്പോട് കൂടി പത്മയ്ക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു, എന്താണ് ഇപ്പോൾ ഇതിന് ഉണ്ടായതെന്നൊന്നും അറിയാതെ. അപ്പോൾ സൂര്യയാണെങ്കിൽ നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈശ്വര നന്ദിനി ആയിരുന്നെങ്കിൽ ഇപ്പം നന്ദിനിക്കായിരുന്നല്ലേ ഈ ആപത്ത് എന്നുള്ള ലെവലിൽ സൂര്യ നന്ദിനിയെ നോക്കണം. എൻ്റെ അമ്മ അവിടെ കിടക്കുന്നതിന് സൂര്യക്ക് സങ്കടമുണ്ട്. അങ്ങനെ ഡോക്ടർ വരികയാണ്. ഡോക്ടർ പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം ഡോക്ടറോട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി പത്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല, അത് ആ ഷോക്ക് അടിച്ചപ്പോൾ ഉണ്ടായ BP കയറിയതാണ്, ഹൈ BP ആയതാണ്, അല്ലാതെ പേടിക്കാനൊന്നുമില്ല എന്ന് പറയാണ്. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേന് എനിക്ക് പോവാമെന്ന് പറയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഇന്ദ്രജയ്ക്കും ഈ പറയുന്ന വിജയ്ക്കും യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല കേട്ടോ. അവർക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല. അവർ ഡോക്ടറുടെ കൂടെ വാ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഡോക്ടറുടെ കൂടെ പുറത്തോട്ട് പോവുക. ഡോക്ടറോട് ചോദിക്കുക, എന്തായി എൻ്റെ അമ്മയുടെ വിവരം, അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് യാതൊരുവിധ കുഴപ്പമില്ല, അമ്മ പെട്ടെന്ന് ഷോക്ക് അടിച്ചതില്ല, അതൊരു BP കയറിയ പ്രശ്നമുള്ള, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് ബോധം വരും, പിന്നീട് നിങ്ങൾക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ ഈ സമയം ഇവിടെ വരികയാണ്. ഇന്ദ്രജയും വേദയും ഇവരുടെ മുന്നിലോട്ട് വരികയാണ്.
അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വിജയ് ഈ മെഷീന് ഷോക്ക് ഏറ്റത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജനറേറ്റർ ആണെങ്കിൽ അതിൽ കണക്റ്റ് ആയില്ല, എന്നാൽ ഷോക്കും വന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? ഹൈ വോൾട്ടേജിലൊന്നും ഇങ്ങനെ സംഭവിക്കത്തില്ല. നീയാണല്ലോ ഈ മെഷീനൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. നീയാണല്ലോ അത് സെറ്റ് ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ നീയാണല്ലോ ചെയ്തത്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അയ്യോ, ഞാൻ പെട്ടല്ലോ ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക, എന്താ പറയണ്ടതെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ പതറി നിൽക്കുക വിജയ്. അപ്പോൾ ഇന്ദ്രജ കാലുകൊണ്ട് ചവിട്ടാണ്. ചോദിച്ചാൽ നിങ്ങളിത് പിടി കൊടുക്കല്ലേന്ന്. അപ്പോൾ അതിന് മുന്നേ ഇന്ദ്രജയോട് പറയുന്നുണ്ട്, അഥവാ നിൻ്റെ മമ്മി അടിച്ചു പോയിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ജയിലിലിട്ടിരുന്നു. നിങ്ങളൊന്ന് അടക്കുന്നുണ്ടോ? പിന്നെ എല്ലാവരും കൂടി ജയിലിടുന്നത് നീ കാണാനാണോ? നീ ഇതിൽ കുടുങ്ങില്ല, ഞാനല്ലേ കുടുങ്ങുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സമയത്താണ് കേട്ടോ ഇവരിങ്ങനെ ചോദ്യം ചെയ്യുക. യതീന്ദ്രൻ ഇങ്ങനെ ഇന്ദ്രജയും വിജയും ചോദ്യം ചെയ്യാൻ. ആ സമയമാണ് പത്മക്ക് ബോധം വരുന്നത്. അപ്പോൾ ആ ചോദ്യം ചെയ്യൽ അവിടെ വെച്ചാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതങ്ങ് നിൽക്കുന്നതിനോട് കൂടിയിട്ട് പത്മ കണ്ണു തുറക്കുമ്പോൾ യതീന്ദ്രൻ പത്മേ നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണ് കേട്ടോ പത്മ പറയുന്നത്, എടാ സൂര്യ, നീ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ നിൻ്റെ സ്വന്തം അമ്മയെ നീ ഈ അവസ്ഥയിലാക്കിയല്ലോ, ഇവള് പറഞ്ഞിട്ടായിരിക്കില്ലേ നീ അത് ചെയ്തിട്ടുണ്ടാവുക എന്നങ്ങ് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രജയ്ക്കും വിജയ്ക്കും വലിയ സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.